ഹലോ ആർജെ വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു രസം തയ്യാറാക്കാം. ഇതിന് വേണ്ടിയുള്ള ചേരുവകൾ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു കുടം വെളുത്തുള്ളി, പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളി, ഒരു ടീസ്പൂൺ കുരുമുളക്. കുരുമുളക് മാത്രമേ എരിവിനായിട്ട് ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ചട്ടി ചൂടായ ശേഷം 1 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് നന്നായി ചൂടായ ശേഷം നമുക്കിതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ, ഒരു 3-4 ഉലുവ ഇട്ടാലും മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വേപ്പിലയും ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതാണ് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച മസാല. ഇത് നമുക്ക് ചേർക്കാം. ഇത് നമുക്ക് പച്ച മണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആകെ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചേർക്കാം. ഈ രസം ഒരു അപ്പറ്റൈസർ കൂടിയാണ്. നിങ്ങൾക്ക് ആഹാരത്തിന് മുമ്പും ശേഷവും കുടിക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്കൊന്ന് യോജിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളിയാണ്. വാളൻപുളിയുടെ ജ്യൂസാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. കുറച്ച് വെള്ളവും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം കൂട്ടാവുന്നതാണ്, കുറയ്ക്കാവുന്നതുമാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കല്ലുപ്പാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കായം ചേർക്കാം. കായം ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ രസം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ആവാനുണ്ട്. നമുക്കൊന്നും കൂടി മൂടി വെക്കാം. ഇളക്കിയ ശേഷം മൂടി വയ്ക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ ശർക്കര ചേർക്കുന്നുണ്ട്. ശർക്കര ചേർക്കുകയാണെങ്കിൽ നമ്മുടെ രസത്തിന് നല്ലൊരു പ്രത്യേക സ്വാദായിരിക്കും. കുറച്ച് മല്ലിയിലയും ചേർത്ത് നമുക്ക് രസം ഇറക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. Thank you.